നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള രഹസ്യ ചർച്ചകൾ മുതൽ ഐക്യരാഷ്ട്രസഭ നേരിടുന്ന വലിയ പ്രതിസന്ധിയെ വരെ നീളുന്ന വിശേഷങ്ങളെക്കുറിച്ചാണ്. ട്രംപിന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടാകുന്നത് എന്തുകൊണ്ട്? താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം പരാജയമാണോ? ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ 5 കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ പ്രധാന ചർച്ച വരുന്നത് ഒമാനിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്ക് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ അതിനിർണായകമായ ആണവ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി തന്നെയാണ് ഈ കാര്യം സ്ഥിരീകരിച്ചത്. പല കാരണങ്ങളാൽ ഈ ചർച്ച മുടങ്ങിപ്പോകുമെന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ ആണവ വിഷയത്തിൽ മാത്രമായി ചർച്ചകൾ പരിമിതിപ്പെടുത്താം എന്ന ധാരണയിൽ ഇരു രാജ്യങ്ങളും ഒടുവിൽ സമ്മതിച്ചിരിക്കുകയാണ്. ശ്രദ്ധേയമായ കാര്യം, മിഡിൽ ഈസ്റ്റിലെ 9 പ്രധാന രാജ്യങ്ങൾ ട്രംപ് ഭരണകൂടത്തോട് ഈ ചർച്ചയിൽ നിന്ന് പിന്മാറരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഈ ചർച്ച വിജയിച്ചാൽ അത് മേഖലയിലെ സംഘർഷങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകും. അമേരിക്കയിൽ നിന്ന് ഉപരോധങ്ങളും സമ്മർദ്ദവും വർദ്ധിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ പഴയ സുഹൃത്തായ ചൈനയുമായി കൂടുതൽ അടുക്കുകയാണ്. ഇറാന്റെ പ്രത്യേക പ്രതിനിധിയും ചൈനീസ് പ്രസിഡന്റും കൂടി ബെയ്ജിംഗിലേക്ക് തിരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായും സാമ്പത്തികമായും മാത്രമല്ല, സുരക്ഷാ മേഖലകളിലും വലിയൊരു സഹകരണമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടുന്നത് അംഗീകരിക്കില്ലെന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഈ ചൈന ഇറാൻ സഖ്യം എത്രത്തോളം സഹായിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അടുത്തതായി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതെന്ന് കരുതിയിരുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചാണ്, അമേരിക്കയുടെ താഡ്. എന്നാൽ 2025 ജൂണിൽ നടന്ന യുദ്ധത്തിൽ താഡിന്റെ ബലഹീനതകൾ വെളിപ്പെട്ടിരിക്കുകയാണ്. ഒരു മിസൈലിനെ തകർക്കാൻ ഉപയോഗിക്കുന്ന സിംഗിൾ ഇന്റർസെപ്റ്റർ മിസൈലിന് മാത്രം $15.5 മില്യൺ വില. ഇത്രയും വലിയ ചിലവുണ്ടായിട്ടും ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാൻ താഡിന് കഴിയുന്നില്ല എന്നത് ഇസ്രായേലിനെയും അമേരിക്കയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ശതകോടികൾ മുടക്കുന്ന ഈ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഇനി നമുക്ക് നാലാമത്തെ കാര്യം പറയാം. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടതാണ് ഈ കാര്യം. UN ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഫണ്ട് തികയാത്തതിനാൽ സമാധാന ദൗത്യങ്ങൾ പോലും അവതാളത്തിലാകാൻ സാധ്യതയുണ്ടെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ പ്രധാന കാരണം അമേരിക്ക ഫണ്ട് വെട്ടിക്കുറച്ചതാണ്. ഇതിനോടകം തന്നെ ലോക ആരോഗ്യ സംഘടനയിൽ നിന്നും അമേരിക്ക ഔദ്യോഗികമായി പിന്മാറിക്കഴിഞ്ഞു. അമേരിക്കയുടെ ഈ പിന്മാറ്റവും ഫണ്ട് തടഞ്ഞുവെക്കലും 2026 UN ബജറ്റിനെ സാരമായി ബാധിക്കും. ലോകത്തെ ഒന്നിപ്പിക്കാൻ രൂപീകരിച്ച ഒരു സംഘടന ഫണ്ടില്ലാതെ തകരുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. അവസാനമായി പറയുന്നത് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വാർത്തകളാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ദി ഇക്കണോമിസ്റ്റ് എന്നിവരുടെ പുതിയ സർവേകൾ പ്രകാരം 54% ആളുകളും ട്രംപിന്റെ ഭരണത്തിൽ അതൃപ്തരാണ്. പ്രധാന കാരണം വിലക്കയറ്റം തന്നെയാണ്. കോഫി, ഇറച്ചി തുടങ്ങിയ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില കുതിച്ചുയർന്നത് സാധാരണക്കാരെ ട്രംപിനെതിരെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുടിയേറ്റ വിഷയത്തിലെ നിലപാടുകളും പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ട്രംപ് ഇതിനെ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം. ഈ 5 കാര്യങ്ങളാണ് ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക്